സ്റ്റുഡൻസ്, ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 ബേസിക് സയൻസ് പാർട്ട് 2 7th ചാപ്റ്ററാണ്. വിൻഡോസ് ഓഫ് നോളജ്. എന്താണ്? അറിവിൻ്റെ ജാലകങ്ങൾ. നോക്കൂ, ഫസ്റ്റ് തന്നെ ഒരു സോങ് ആണ് നമ്മൾ നോക്കുക. ഹൗ ഗ്രേറ്റ് ടു സീ വിത്ത് ദ ഐസ്, സ്റ്റാർസ് ഇൻ ദ സ്കൈ, ഹൗ ലക്കി ടു സ്മെൽ വിത്ത് ദ നോസ്, fragrant jasmines at repose, how many yummy to taste with the tongue, honey sweet mangoes to branches clung, how soft to feel on the skin, the cool breeze whistling a fin, how pleasing to hear with the ear, mother cuckoo singing near, to touch the glory of the earth, endowed are we with the senses five. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹൗ ഗ്രേറ്റ് ടു സീ വിത്ത് ദ ഐ സ്റ്റാർസ് ഇൻ ദ സ്കൈ. അല്ലേ? മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചെന്നത് ആരാൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലേ. അല്ലേ? എന്താണ്? ഹൗ ഗ്രേറ്റ് ടു സീ വിത്ത് ദ ഐ സ്റ്റാർസ് ഇൻ ദ സ്കൈ. സ്കൈയിലുള്ള സ്റ്റാർസ് അല്ലേ, നമ്മുടെ കണ്ണിനോട് എന്തൊക്കെയാ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? എന്തൊരു കാഴ്ചയാണ് അല്ലേ? പിന്നെ ഹൗ ലക്കി ടു സ്മെൽ വിത്ത് ദ നോസ്, ഫ്രാഗ്രന്റ് ജാസ്മിൻ അറ്റ് റൈപ്പോസ്. അല്ലേ? എന്താണ്? നമുക്ക് സ്മെല്ല് ചെയ്യാം, മൂക്കിനോട് സ്മെല്ല് ചെയ്യുന്നത് എന്തൊരു ഭാഗ്യമാണ് അല്ലേ, ലക്കിയാണ് അല്ലേ? നല്ല ഫ്രാഗ്രൻറ്റ്, നല്ല ജാസ്മിൻ. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? മുല്ലമുട്ട് അല്ലേ? അപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണം ഭയങ്കര എന്താണ്, ഭയങ്കര സ്മെല്ല് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എന്തൊരു ലക്കിയാണ്. ഹൗ യമ്മി ടു ടേസ്റ്റ് വിത്ത് ദ ടങ്. പിന്നെ അതുപോലെ നമ്മുടെ ടങ്ങിനോട്, ടങ് പറഞ്ഞാൽ നാക്ക് അല്ലേ, നാക്കിനോട് ടേസ്റ്റ് ചെയ്യാൻ എന്തൊരു യമ്മിയാണ് അല്ലേ, എന്തൊരു ടേസ്റ്റാണ്. പിന്നെ എന്താണ്? ഹണി സ്വീറ്റ് മാംഗോസ് ടു ബ്രാഞ്ചസ് ക്ലങ്. എന്താണ്? ഈ ബ്രാഞ്ചസിലൊക്കെ തൂങ്ങിക്കിടക്കുകയാണ് എന്ത്? മാംഗോസ് ഒക്കെ അല്ലേ? ഹൗ സോഫ്റ്റ് ടു ഫീൽ ഓൺ ദ സ്കിൻ ടു കൂൾ ബ്രീസ് വിസ്റ്റിംഗ് ഫിക്ക് എ ഫെൻ. എന്താണ്? എന്തൊരു സോഫ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഒരു തണുത്ത കാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ എന്തൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യല് അല്ലേ? ഹൗ പ്ലീസിങ് ടു ഹിയർ വിത്ത് ദ ഇയർ, മദർ കുക്കു സിംഗിങ് നിയർ. എന്താണ്? നമ്മൾ അതുപോലെ നമുക്ക് ചെവിനോട് കേൾക്കാൻ കഴിയുന്നത് അല്ലേ? ഈ കുയിലൊക്കെ പാട്ട് പാടുമ്പോൾ, നമ്മുടെ അടുത്തുനിന്ന് പാട്ട് പാടുമ്പോൾ എന്ത് രസമാണ് കേൾക്കാൻ നമ്മുടെ ചെവിനോട് അല്ലേ? ടു ടച്ച് ദ ഗ്ലോറി ഓഫ് ദ എർത്ത് എൻഡോഡ് ആർ വി വിത്ത് ദ സെൻസസ് ഫൈവ്. എന്താണ്? നമ്മൾ ഈ എർത്തിൽ ഓരോതും ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ എന്താണ്? നമുക്ക് ഒക്കെ എന്താണ്? സെൻസസ് നമുക്ക് എത്ര? 5. അപ്പോൾ ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത്? ഐനോട് എന്താ കാണാൻ പറ്റും, സി അല്ലേ? പിന്നെന്താണ്? നോസ് സ്മെല്ല് ചെയ്യാൻ കഴിയും, പിന്നെ ടങ് ടേസ്റ്റ് ചെയ്യാൻ കഴിയും അല്ലേ? പിന്നെ സ്കിന്നിനോട് എന്താ? ഫീൽ ചെയ്യാൻ കഴിയും അല്ലേ? പിന്നെ ഇയർ ചെവിനോട് എന്താ? കേൾക്കാൻ കഴിയും അല്ലേ? അപ്പോൾ നമുക്ക് എത്ര സെൻസസ് ഉള്ളത്? 5 സെൻസ് ഉണ്ട് അല്ലേ? ഇനി നോക്കൂ. ഡിഡ് യു റീഡ് ദ പോയം? നിങ്ങൾ ഈ പോയം വായിച്ചോ? ഹൗ മച്ച് വി ലേൺ അബൌട്ട് നേച്ചർ ത്രൂ അവർ ഐസ്, നോസ് ആൻഡ് ഇയർ ആൻഡ് സോ ഓൺ. എന്താണ്? കണ്ണും കാതും മൂക്കും എല്ലാം തുറന്നു വെച്ചപ്പോൾ പ്രകൃതിയെക്കുറിച്ച് എത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കാനായത് അല്ലേ? ഡോണ്ട് അതർ ക്രീച്ചേഴ്സ് ഓൾസോ നോ ദെയർ സറൗണ്ടിങ്സ് ഇൻ ദിസ് മാനർ. ഇതുപോലെ മറ്റു ജീവികളും ചുറ്റുപാടുകളെ കുറിച്ച് അറിയുന്നില്ലേ? ഹാവ് യു ഒബ്സർവ്ഡ് ആൻഡ് സെർച്ചിങ് ഫോർ ഫുഡ്. എന്താണ്? അടുക്കളയിലും മറ്റും ആഹാരം തേടിയെത്തുന്ന ഉറുമ്പുകളെ നിങ്ങൾ നിരീക്ഷിക്കുമല്ലോ അല്ലേ? ഹൗ ഡു ദേ കം ടു നോ അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഫുഡ്. എങ്ങനെയാണ് അവയ്ക്ക് ആഹാരത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്? നമ്മളിപ്പോൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് പഞ്ചസാര ഉണ്ട്, എന്തെങ്കിലും ഒരു മധുരമുള്ള എന്തെങ്കിലും ഒന്ന് നിലത്തൂടെ അപ്പം അവിടെ ഉറുമ്പെത്തും. എങ്ങനെ എത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹാവിൻ യു സീൻ ഈഗിൾസ് ക്യാരിങ് എവേ ചിക്സ്. എന്താണ് ഈ ഈഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരുന്ത് അല്ലേ? അപ്പൊ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുത്ത് പോകുന്ന പരുന്തിനെ കണ്ടിട്ടില്ലേ? ഹൗ ഡസ് ദ ഈഗിൾ ഐഡന്റിഫൈ ഇറ്റ്സ് പ്രേ ഫ്രം സച്ച് ഹൈറ്റ്. അത്രയും വളരെ ഉയരത്തിൽ നിന്ന് തൻ്റെ ഇരയെ, പ്രേ എന്ന് പറഞ്ഞാൽ PREY, പ്രേ എന്ന് പറഞ്ഞാൽ ഇര അല്ലേ? ഇരയെ അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത്രയും ദൂരത്ത് നിന്ന് വെച്ചാലേ പരുന്ത് എങ്ങനെയാണ് അതിൻ്റെ ചെറിയ താഴെയുള്ള കോഴിക്കൂട്ടിനെ കണ്ടിട്ട് അതിൻ്റെ ഇരയെ തിരിച്ചറിയുന്നത് അല്ലേ? Why does a sleeping dog raise its ears even when we pass by it silently? എന്താണ്? നമ്മളിപ്പോൾ ഉറങ്ങുന്ന നായയുടെ സമീപത്ത് കൂടി ശബ്ദമുണ്ടാക്കാതെ നടന്നാൽ പോലും അത് ചെവി ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും? How do such creatures identify food by smell, locate their prey and hear even the slightest sound?
എങ്ങനെയാണ് ഭക്ഷണം മണത്തറിയാനും ഇരയെ തിരിച്ചറിയാനും വളരെ ചെറിയ ശബ്ദം പോലും കേൾക്കാനും എങ്ങനെയാണ് ജീവികൾക്ക് കഴിയുന്നത്? Which are the organs that help them to get such informations? ഈ അറിവുകൾ നേടുന്നതിന് അവയെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാം ആയിരിക്കും? ഉറുമ്പ് എന്താണ് പഞ്ചസാര കണ്ടുപിടിക്കുന്നതും, അതുപോലെ ഈഗിൾ ദൂരത്ത് തന്നെ അത് അതിന്റെ ഇരയെ കാണുന്നതും, പിന്നെ അതുപോലെ ഈ ഉറങ്ങുന്ന നായന്റെ അടുത്ത് കൂടി പോകുമ്പോൾ അത് എന്താണ് ചെവി ഇങ്ങനെ ഉയർത്തി നോക്കുന്നതൊക്കെ എങ്ങനെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്? ഉറുമ്പ് സ്മെല്ലടിച്ചിട്ട് അല്ലേ, പിന്നെ പരുന്ത് കണ്ണിനോട്, പിന്നെ ഡോഗോ ചെവി അല്ലെ, ഇയർ അല്ലെ. നോക്കാം. ഇൻഫോർമേഷൻ ത്രൂ ഐസ്, കണ്ണ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ലുക്ക് അറ്റ് എ ഡിസ്റ്റന്റ് ട്രീ. നോക്കൂ, ദൂരെയുള്ളൊരു ട്രീ അല്ലേ. എന്താണ് ദൂരെയുള്ള മരം നോക്കിയേ. വാട്ട് ഓൾ ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ് ഡു വി ഗെറ്റ് ത്രൂ അവർ ഐസ്? ആ മരത്തെ കുറിച്ച് എന്തെല്ലാം അറിവുകളാ കണ്ണുകൾ വഴി നമുക്ക് ലഭിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ആ കണ്ണുകൾ വഴി നമുക്ക് ലഭിക്കുന്നത്? കുട്ടി മരത്തിനെ നോക്കിക്കുക. നിങ്ങൾക്ക് ഇതിനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? ഈ മരത്തിന്റെ കളറ്, പിന്നെ അതിന്റെ ഹൈറ്റ്, പിന്നെന്താണ് എത്ര ദൂരണ്ട്, പിന്നെ ഏത് മരമാണ്, പിന്നെന്താണ് ആ ലീവ്സിന്റെ ഷേപ്പ്, പിന്നെ അതിന്റെ തടിന്റെ തിക്നെസ് അല്ലേ, എന്തൊക്കെയായിരിക്കും? എത്ര വാട്ട് ടൈപ്പ് അല്ലേ, ഏത് മരമാണ്, പിന്നെ ഹൗ ഫാർ എത്ര അകലം, പിന്നെ ഹൗ ടാൾ എത്ര ഉയരം, ഹൗ തിക്ക് എന്ത് വണ്ണം അല്ലേ, വാട്ട് കളർ ഏത് നിറം, പിന്നെ ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ലീവ്സ്, പിന്നെ എന്താ ഇലകളുടെ ആകൃതി അല്ലെ. ഇതൊക്കെ നമുക്ക് എന്താണ് കണ്ണിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ. വി ഗെയിൻ മോസ്റ്റ് ഓഫ് അവർ നോളജ് ത്രൂ വിഷൻസ് അല്ലേ. എന്താണ് നാം നേരിടുന്ന അറിവുകളിൽ ഏറിയ പങ്കും ലഭിക്കുന്നത് എന്താണ്? കാഴ്ചയിലൂടെയാണ് അല്ലേ. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ ഐ ദാറ്റ് ഹെൽപ്പ് us ടു സീ? അപ്പം കാഴ്ച സാധ്യമാകുന്നതിന് നമ്മെ സഹായിക്കുന്ന കണ്ണിലെ ഭാഗങ്ങൾ ഏതെല്ലാമായിരിക്കും? കണ്ണിന് എന്താണ് കണ്ണാണ് സഹായിക്കുന്നത് അല്ലേ. അപ്പൊ കണ്ണിലെ ഏത് പാർട്സ് ആണ് നമ്മളെ സഹായിക്കുന്നത്? ഒബ്സർവ് ദ ഐ ഓഫ് എ ചൈൽഡ് നെക്സ്റ്റ് ടു യു. എന്താണ് തൊട്ടടുത്ത കുട്ടിയുടെ കണ്ണുകളൊന്ന് ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ കണ്ണൊന്ന് ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ ഐ ദാറ്റ് യു ക്യാൻ സീ? എന്താണ് കണ്ണിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അപ്പോൾ ആർ ഐലിഡ്സ് എന്താണ് കൺപോളകൾ ഉണ്ടോ? പിന്നെ ഐലാഷസ് എന്താണ് ഐലാഷസ് കൺപീലികൾ, പിന്നെ പ്യൂപ്പിൾ എന്താണ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി അല്ലെ. സഫിഷ്യന്റ് ഫോർ വിഷൻ എന്നിവ മാത്രം മതിയോ വസ്തുക്കൾ കാണാൻ അല്ലെ. എന്താണ് ഐലിഡ്സും ഐലാഷസും പ്യൂപ്പിൾസും ഒക്കെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കാണുന്നത് അല്ലെ. അപ്പൊ അത് മാത്രം മതിയോ എന്താണ് കണ്ണുകൾ കൊണ്ട് കാണാന്? പോരാ അല്ലെ. കണ്ണുകൾ കൊണ്ട് കാണാൻ എന്താണ് നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം നമുക്ക് അല്ലെ. ഹൗ ഡു വി സീ എങ്ങനെ നമുക്ക് കാണുന്നത്? ഹൗ ഡു വി സീ എങ്ങനെ നമുക്ക് കാണാം? ആസ് സീൻ ഇൻ ദ ഫിഗർ. നോക്കൂ, ഫിഗറിൽ ഒരു കുട്ടി നോക്കുന്നു നോക്കിയാ. Use a hand lens to project the images of various objects on the wall of your classroom. What are the peculiarities of the images? എന്താണ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വിവിധ വസ്തുക്കളുടെ പ്രതിബിംബം ക്ലാസ്സിലെ ചുമരിൽ പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചുമരിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉള്ളത്? എന്താണ് ചിത്രത്തിൽ കുട്ടി ചെയ്യുന്നത് നോക്കിയേ. എന്താണ് ഈ ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നോക്ക്, ഹാൻഡ് ലെൻസ് വെക്കുമ്പോൾ അതിന്റെ പ്രതിബിംബം എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ തല കുത്തനെ അല്ലെ. അപ്പൊ പ്രതിബിംബം അപ്പൊ അങ്ങനെ പല സാധനങ്ങൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് എന്താണ് വിവിധ വസ്തുക്കളുടെ പ്രതിബിംബം ക്ലാസ്സിലെ ചുമരിൽ പതിപ്പിക്കുക അല്ലെ. ചുമരിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് എന്നും എഴുതുക. ഇനി നോക്കിയേ, ജസ്റ്റ് ലൈക്ക് ദിസ് ദർ ഈസ് എ ലെൻസ് ഇൻ അവർ ഐ ആസ് വെൽ. എന്താണ് നമ്മുടെ കണ്ണിലും ഇതുപോലെ ഒരു ലെൻസ് ഉണ്ട് അല്ലെ. ദിസ് ലെൻസ് ഓൾസോ ഫോംസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് വി സീ വിത്ത് അവർ ഐസ്. എന്താണ് ഈ ലെൻസ് നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ എന്താണ് നമ്മളെ ഈ ലെൻസ് നോക്കിയ കാണുമ്പോൾ അതിന്റെ പ്രതിബിംബം എന്താണ്, ഇതിന്റെ ഇമേജ് എന്താ വരുന്നത്? തല കുത്തനെ വരുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മളെ കണ്ണിൽ ഒരു എന്താണ് ലെൻസ് ഉണ്ട് അല്ലെ. ഈ ലെൻസ് എന്താണ് ഇത് എന്താണ് ഒബ്ജക്റ്റിനെ തല കുത്തനെയായിട്ടാണ് അല്ലെ നമ്മളെ കണ്ണിൽ കാണുക അല്ലെ. അപ്പൊ in this activity the image falls on the wall, doesn't it? But in the eye
എന്താണ്? In this activity, the image falls on the wall, doesn't it? But in the eye, the inverted image is formed on the screen known as retina. എന്താണ്? നാം ചെയ്ത പരീക്ഷണത്തിൽ നമ്മൾ എന്താ വാളിലാണല്ലോ പ്രതിബിംബം പതിഞ്ഞത് അല്ലെ, ചുമരിലല്ല ഈ എന്താണ് ഇതിന്റെ ഇമേജ് പതിഞ്ഞിരിക്കുന്നത്. എന്നാൽ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ ഇമേജ് തല കൈയായി പതിയുന്നത്. ഓക്കെ, നോക്കൂ, ഇവിടുന്ന് ഇപ്പോൾ റോസാപ്പൂ കാണുകയാണെങ്കിൽ നമ്മൾ കണ്ണിലൂടെ വന്നിട്ട് ഇവിടെയാണ് റെറ്റിന, ഇവിടെയാണ് ഇത് ചുമരാണ് അല്ലേ, നമ്മളതിൻ്റെ ആ കുട്ടി കാണിക്കുന്നുണ്ടല്ലോ ചുമരിൽ. അതേപോലെ എന്താണ് നമ്മൾ തല കീയായിട്ട് ഇവിടെ അങ്ങോട്ട് കാണും അല്ലേ. ഇവിടെയാണ് എന്ത്, റെറ്റിനയിലാണ് എന്താക്കുന്നത് ഈ നമ്മൾ ഇതിന്റെ ഇമേജ് പതിയുന്നത് തല കീയായിട്ട് അല്ലേ. The optic nerves send this message to the brain. The brain enable the vision of the real exchange. അല്ലേ, അപ്പൊ എന്താണ് ഇവിടുന്ന് നമ്മൾ കാണുമ്പോൾ ഇത് ഈ ചുമരില് എന്താണ്, ഈ ചുമരുമേൽ എന്താണ്, അതായത് റെറ്റിനയിൽ എന്താക്കും, ഇത് തല കീയായിട്ട് ഇതിന്റെ ഇമേജ് കാണിക്കും അല്ലേ. ഇനി എന്താണ്, ഈ നേത്രനാഡികൾ എന്താണ്, ഈ നേത്രനാഡികൾ ഈ സന്ദേശത്തെ ഈ ബ്രെയിനിലേക്ക് എത്തിക്കും അല്ലേ. ഇത് ഒപ്റ്റിക് നെർവ്സ് എന്താക്കും, ബ്രെയിനിലേക്ക് ഈ മെസ്സേജ് അയക്കും അല്ലേ. എന്നിട്ട് എന്താക്കും, തലച്ചോറ് അതായത് ബ്രെയിൻ എന്താക്കും, വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കും അല്ലെ. ആദ്യം നമ്മളെ കണ്ണ് കാണുമ്പോൾ ഇത് തല കുത്തനായിട്ട് തന്നെ കാണുക അല്ലെ. പിന്നെ ഇതെന്താക്കും, ഇതിന്റെ ഒപ്റ്റിക് നെർവ്, കണ്ണിന്റെ ഒപ്റ്റിക് നെർവ് ബ്രെയിനിലേക്ക് എത്തിക്കും. അതിനുശേഷം ബ്രെയിൻ എന്താക്കും, അതിന്റെ റിയൽ ഇറക്റ്റ് ഇമേജ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഫ്ലവറിന് കാണാൻ കഴിയുക. മനസ്സിലായോ? കണ്ണിലെ ലെൻസാണ് ഇത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾക്ക് എന്താണ്, നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, റെറ്റിനയിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്, തല കീയായിട്ടാണ് അല്ലേ കാണുക, ഇൻവേർട്ടഡ് ഇമേജ് ആണ് കാണുക അല്ലേ. പിന്നെ അത് ബ്രെയിനിലേക്ക് എത്തി, ഒപ്റ്റിക് നെർവ് അതിൻ്റെ ബ്രെയിനിലേക്ക് എത്തിച്ചതിന് ശേഷം ബ്രെയിനാണ് എന്താക്കുന്നത്, കറക്റ്റ് ഇമേജ് നമുക്ക് കണ്ണിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി compare the experiment you have done to form image using a hand lens with the way we see object. Note down the details in your science diary. Use the following hints. Where do the images form in both the situations? What are the similarities of the images? എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് പ്രതിബിംബം ഉണ്ടാക്കിയ പരീക്ഷണവും നാം വസ്തുക്കളെ കാണുന്ന വിധവും താരതമ്യം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. താഴെ കൊടുത്ത സൂചനകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്താണ്? വേർ ഡു ദ ഇമേജസ് ഫോം ഇൻ ബോത്ത് ദ സിറ്റുവേഷൻ. രണ്ട് സന്ദർഭങ്ങളിലും എവിടെയാണ് അതിന്റെ ഇമേജ് പതിഞ്ഞത്? എവിടെയാണ്? ഒന്ന് ഈ കുട്ടി കയ്യിൽ ലെൻസ് പിടിച്ചപ്പം ചുമരിൽ അല്ലേ, നമ്മളെ കണ്ണിനോട് കാണുമ്പോൾ റെറ്റിനയിൽ അല്ലേ. പിന്നെ വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ഓഫ് ദ ഇമേജസ്, ഈ ഇമേജസിനുള്ള സമാനതകൾ എന്തെല്ലാമാണ്? അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ആൻസർ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. വൈ ടു ഐസ്? എന്തുകൊണ്ടാണ് നമുക്ക് രണ്ട് കണ്ണ്? നമുക്ക് ഒരു കണ്ണല്ലല്ലോ ഉള്ളത് അല്ലേ, നമുക്ക് രണ്ട് കണ്ണുണ്ട് അല്ലേ. ഈ രണ്ട് കണ്ണുകൾ എന്തിനാണ്? ഡു ദീസ് ആക്ടിവിറ്റീസ്, ഈ പ്രവർത്തനം നമ്മൾ ചെയ്ത് നോക്കാം. എന്താണ്? ട്രൈ ടു പ്ലേസ് ദ ക്യാപ്പ് ഓൺ ദ പെൻ ഇൻ യുവർ ഫ്രണ്ട്സ് ഹാൻഡ്. എന്താണ്? കൂട്ടുകാരൻ്റെ കയ്യിലുള്ള പേനയിൽ നിങ്ങൾ ടോപ്പ് ഇടാൻ ശ്രമിക്കുന്നു. ട്രൈ ടു ക്യാച്ച് എ ബോൾ ത്രോൺ അപ്പ് വെൻ ഇറ്റ് കംസ് ഡൗൺ. എന്താ? മുകളിലേക്ക് എറിഞ്ഞ പന്ത് വീഴുമ്പോൾ പിടിക്കാൻ ശ്രമിക്കുന്നു. Try them out. Keep both the eyes open and then with one eye shut. In which situation do you experience difficulty? രണ്ട് കണ്ണുകൾ തുറന്നു ആദ്യം എന്താക്കുക, ഈ പെന്നിൽ ടോപ്പ് ഇടുക. എന്നിട്ട് ഒരു കണ്ണ് അടച്ചു വെച്ചതിന് ശേഷം പെന്നിൽ ഒന്ന് ടോപ്പ് ഇട്ട് വയ്ക്കുക. എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? അതേപോലെ രണ്ട് കണ്ണുകളും തുറന്നിട്ട് ബോൾ മേലോട്ട് ഇടുക, പിടിക്കുക. ഓക്കെ, ഇനി ഒരു കണ്ണിങ്ങനെ അടച്ചിട്ടാണ് നിങ്ങൾ പിന്നെ മുകളിൽ ബോളിലിടുക. അപ്പോൾ പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഏത് സന്ദർഭത്തിൽ നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നത്? ഏത് സന്ദർഭത്തിലായിരിക്കും പ്രയാസം അനുഭവപ്പെടുന്നത്? അങ്ങനെ ചെയ്ത് നോക്ക്. എന്നിട്ട് ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ട് ആവുന്നത്? അതൊന്ന് എഴുതുക. The ability to see by focusing both eyes on the same point is termed binocular vision. We get an accurate knowledge of the distance and position of the object by this. എന്താണ്? രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് എന്ത്? ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. എന്താണ്? എബിലിറ്റി ടു സീ ബൈ ഫോക്കസിങ് ബോത്ത് ഐസ് ഓൺ ദ സെയിം പോയിന്റ്.
എന്താ പറയുന്നത്, രണ്ട് കണ്ണും ഒരേ സമയം ഒരേ പോയിന്റിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെന്താ, വി ഗെറ്റ് ആൻ ആക്യുറേറ്റ് നോളജ് ഓഫ് ദി ഡിസ്റ്റൻസ് ആൻഡ് പൊസിഷൻ ഓഫ് ഒബ്ജക്ട് ബൈ ദിസ്. എന്താണ്, ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, രണ്ട് കണ്ണും ഒരേ സമയം ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ബൈനോക്കുലർ വിഷൻ എന്ന് പറയും. ഇതുമൂലം വസ്തുക്കളുടെ ഡിസ്റ്റൻസും പൊസിഷനും ഓഫ് ഒബ്ജക്റ്റ് അല്ലെ, എന്താണ്, അകലവും സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. ഓക്കെ, ഇനി haven't you now understood why it was difficult to do the above activities keeping one eye closed? What other specialities do our eyes have? എന്താണ്, ഒരു കണ്ണടച്ച് മുൻ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ പ്രയാസം അനുഭവപ്പെട്ടതിന്റെ കാരണം ബോധ്യമായല്ലോ. നമ്മുടെ കണ്ണുകൾക്ക് ഇനി എന്തെല്ലാം സവിശേഷതകളുണ്ട്? ക്യാൻ റെക്കഗ്നൈസ് കളേഴ്സ് അല്ലെ, എന്താ, നമുക്ക് കളേഴ്സ് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലെ. പിന്നെ 3-dimensional വിഷൻ, എന്താ, the ability to know the length, breadth, height, thickness and distance. എന്താണ് 3-dimensional വിഷൻ, എന്താ, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും പിന്നെ എന്താണ് തിക്നെസ്സും ഡിസ്റ്റൻസും ഒക്കെ അറിയാനുള്ള കഴിവൊക്കെ നമുക്ക് എന്താണ് ഈ ഐസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ നോക്കിയേ, കാഴ്ചയില്ലാത്തവരുടെ വേൾഡ് ഓഫ് ദ ബ്ലൈൻഡ്. ബ്ലൈൻഡ് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത ആൾക്കാർ കേട്ടോ. ഈ കാഴ്ചയില്ലാത്തവരുടെ ലോകമാണ് കേട്ടോ. ബ്ലൈൻഡ് പറഞ്ഞാൽ BLIND. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണില്ലാത്ത കാഴ്ചയില്ലാത്തവർ അല്ലേ, അന്ധന്മാരെന്ന് പറയും അല്ലേ. അപ്പൊ കാഴ്ചയില്ലാത്തവരുടെ വേൾഡ് എന്താന്ന് നോക്കാം നമുക്ക്. അവർ ഐസ് ഓപ്പൺ എ ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് വിഷൻ ടു us, don't they? എന്താണ്, കാഴ്ചയുടെ സുന്ദര ലോകമല്ലേ കണ്ണുകൾ നമുക്ക് തുറന്നു തരുന്നത് അല്ലെ. കാഴ്ചയുടെ സുന്ദര ലോകമാണ് നമുക്ക് കണ്ണുകൾ തുറന്നു തരുന്നത് അല്ലേ. Now keep your eyes closed for some time. ഇനി നിങ്ങൾ അല്പനേരം കണ്ണുകൾ അടച്ചിരുന്ന് നോക്കൂ. How do you feel? എന്താണ് നിങ്ങളുടെ അനുഭവം? What may be the plight of the blind? അല്ലെ, അപ്പൊ എന്താണ്, പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് കുറച്ചു നേരം കണ്ണടച്ച് നിൽക്കാൻ കഴിയില്ല അല്ലെ. ഒന്ന് കണ്ണടച്ചിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് മുന്നോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അല്ലെ. അപ്പൊ ഈ കാഴ്ചയില്ലാത്ത ആൾക്കാരൊന്ന് ബുദ്ധിമുട്ട് എത്ര ആയിരിക്കും അല്ലെ. ഹൗ ഡു ദേ കം ടു നോ അബൌട്ട് ദ സറൗണ്ടിങ്സ് അല്ലെ, അവരെങ്ങനെയാണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത്? ഇവർ ചുറ്റുപാടുകളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? റെക്കഗ്നൈസ് പീപ്പിൾ ത്രൂ സൗണ്ട്. ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയുന്നുണ്ട് അല്ലെ. അവർ ചുറ്റുപാട് എങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒന്ന് ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയും അല്ലെ. പിന്നെ ഐഡന്റിഫൈ കറൻസി ആൻഡ് കോയിൻസ് ബൈ ടച്ച് അല്ലെ, എന്താണ്, തൊട്ട് നോക്കിയിട്ട് എന്താണ് കറൻസി നോട്ടുകളും നാണയങ്ങളും തിരിച്ചറിയുന്നു അല്ലെ. പിന്നെന്താണ്, ചില ആൾക്കാരെ തൊട്ട് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും അല്ലെ, സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. പിന്നെയോ അങ്ങനെ പലതിലും ഓരങ്ങനെ മനസ്സിലാക്കുന്നത് അല്ലെ. നമുക്ക് എന്തൊരു ഭാഗ്യമാണല്ലേ ദൈവം നമുക്ക് തന്നത് അല്ലെ. അതിനോട് ദൈവത്തിനോട് നമ്മൾ നന്ദി പറയാണ് വേണ്ടത് അല്ലെ. അപ്പോൾ അവരുടെ ഈ ലോകം എന്താണ്, അവർക്കൊന്നും മനസ്സിലാക്കാനോ കാണാനോ ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലെ. കാണാൻ കഴിയുന്നതന്നെയല്ല. അങ്ങനെ ഓരോന്നും ടച്ച് ചെയ്തിട്ടും ഒക്കെയാണ്, സൗണ്ടിലൂടെയൊക്കെയാണ് അവർക്ക് ആൾക്കാർ മനസ്സിലാവുന്ന ഓരോ സാധനങ്ങൾ മനസ്സിലാവുന്നത് അല്ലെ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് ദ ബ്ലൈൻഡ്. ഇൻ വാട്ട് വേസ് ക്യാൻ യു ഹെൽപ്പ് ദ ബ്ലൈൻഡ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ? എന്താണ്, ഈ അന്ധരെ സഹായിക്കേണ്ടത്, കണ്ണില്ലാത്ത കുട്ടികളെ ആൾക്കാരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെ. സ്കൂളിൽ ഇത്തരം കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയും അല്ലെ. ഇങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന സ്വന്തം ഇതാക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, അവരെ സഹായിക്കുകയാണ് വേണ്ടത് കേട്ടോ. നോക്കൂ, വൈറ്റ് കെയിൻ. ഇതെന്താണ് ഇവിടെ വൈറ്റ് കെയിൻ? വൈറ്റ് കെയിൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് കെയിൻ ഈസ് എ വൈറ്റ് സ്റ്റിക്ക് യൂസ്ഡ് ബൈ ദ ബ്ലൈൻഡ് ഫോർ സേഫ് മൂവ്മെന്റ്. എന്താണ്, ഈ ബ്ലൈൻഡായ ആൾക്കാർ, അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് ഈ വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഈസ് എ ഹോളോ ആൻഡ് ലൈറ്റ് അലൂമിനിയം റോഡ്. ഇതെന്താണ്, ഇത് ഭാരം കുറഞ്ഞ് പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. ഓക്കെ, users can detect the presence of obstacles from the sound produced by the metal portion fixed at the bottom of the stick. എന്താണ്, വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു ലോഹഭാഗമുണ്ട്. വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ അവർക്ക് കഴിയും. ഇറ്റ് ഹെൽപ്പ് others to easily identify the blind and help them. എന്താണ്, ഈ വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും
കഴിയും അല്ലേ. വൈറ്റ് കെയിന് അതുകൊണ്ടാണ് അല്ലേ. ഈ വൈറ്റ് കെയിൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്, അത് ബ്ലൈൻഡ് ആയ ആൾക്കാർ എന്താണ് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അത് അവർക്ക് എന്താണ് അതിൻ്റെ ഓരോ ഇതിലും ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുക, എന്ത് സാധനമാണെന്നുള്ളത് അല്ലേ. അത് കണ്ടാൽ സാധാരണക്കാരായ ആൾക്കാർക്ക്, നോർമലായ ആൾക്കാർക്ക് ഇവർ ബ്ലൈൻഡാന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാനും കഴിയും. ഓക്കെ. ഇനി എന്താണ്, യു ക്യാൻ സ്റ്റഡി ദ മാപ്പ് ഓഫ് ഇന്ത്യ ബൈ ലുക്ക് അറ്റ് ഇറ്റ് അല്ലേ. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് കണ്ടുപഠിക്കാനാവും അല്ലേ. ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് എന്താ കണ്ടുപഠിക്കാനാവും. വാട്ട് ചേഞ്ചസ് ക്യാൻ യു ബ്രിങ് അബൌട്ട് ഇൻ എ മാപ്പ് ഫോർ ദോസ് ഹു കനോട്ട് സീ. അപ്പൊ കണ്ണ് കാണാത്തവർക്കായി ഭൂപടങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനാവുക? Can't you do something to help them touch and identify state boundaries, mountains and rivers? Can you make with sand and thread soaked in glue maps that could be sensed by touch? Such maps are called embossed map. You also try to make an embossed map. എന്താണ് ഈ കണ്ണ് കാണാൻ, നമുക്കിപ്പോൾ എന്താണ് കണ്ണ് കാണാം അല്ലേ. അപ്പം എന്താണ് ഇന്ത്യയുടെ ഭൂപടമൊക്കെ എന്താണ്, ഇന്ത്യൻ്റെ മാപ്പൊക്കെ നമുക്ക് കണ്ടുപഠിക്കാനാവും അല്ലേ. അപ്പം കണ്ണ് കാണാത്തവർക്കായി ഭൂപടങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനാവുക? ഈ എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ മൗണ്ടെയ്ൻസ്, റിവേഴ്സ് എന്നിവ തൊട്ടറിയാൻ എന്തെങ്കിലും ചെയ്തുകൂടെ അല്ലേ. പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന എന്താണ് മാപ്പ് ഉണ്ടാക്കിക്കൂടെ. ഇവയാണ് എംബോസ്ഡ് മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇവയാണ് എംബോസ്ഡ് മാപ്പുകൾ. ഒരു എംബോസ്ഡ് മാപ്പ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഓക്കെ. വാട്ട് ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു ഹെൽപ്പ് ദ ബ്ലൈൻഡ്. എന്തൊക്കെ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്? എന്തൊക്കെയാ? വൈറ്റ് കെയിന് അല്ലേ, വൈറ്റ് കെയിന്, പിന്നെന്താ ബ്രെയിലി സ്ക്രിപ്റ്റ്, ബ്രെയിൻ ലിപി, പിന്നെന്താ ടാക്ടൈൽ വാച്ച് അല്ലേ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് അല്ലേ. ഇതൊക്കെ എന്താണ് ഈ അന്ധരെ സഹായിക്കാനുള്ളതാണ് അല്ലേ. ബ്രെയിലി സ്ക്രിപ്റ്റ് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റാണ്, ഒരു ലിപിയാണ്, അവർക്കുള്ള ഈ അന്ധന്മാർക്കുള്ള ഒരു ലിപിയാണ്. അവർക്ക് ടച്ച് ചെയ്തിട്ട് അവർക്ക് വായിക്കാനൊക്കെ മനസ്സിലാവുന്ന ഒരുതായിട്ടുള്ള ഒരു ബുക്ക് അല്ലേ. അപ്പോൾ പിന്നെന്താണ് ഇവിടെ നോക്കിയേ, ബ്രെയിലി സ്ക്രിപ്റ്റ് എന്താന്ന് നോക്കാം. ബ്രെയിലി, ദിസ് ഈസ് എ സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ദ ബ്ലൈൻഡ് ടു റീഡ് ആൻഡ് write. എന്താണ്? This is a script used by the blind to read and write. In this system, the letters are recorded by way of projected dots on thick paper which can be felt by touch. This method was developed by a French man named Louis Braille. ലൂയിസ് ബ്രെയിലി ഇതാണ്. എന്താണ് ഈ അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ഈ ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൻ ആണ് ഈ രീതി വികസിപ്പിച്ചത് അല്ലേ. ഇതാണ് കേട്ടോ ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് അല്ലേ. ഇത് എന്താ അന്ധരായ കുട്ടികൾ എന്താണ് ടച്ച് ചെയ്തിട്ട് ഇവർക്ക് അതിൻ്റെ അക്ഷരങ്ങളും എന്തൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഇത് അന്ധന്മാർ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഇതാണ് എന്താക്കുന്നത് അവിടുത്തെ ബുക്ക്. ഓക്കെ. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഡൊണേഷൻ എന്നുള്ള ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി വായിക്കുക, ഒന്നും കൂടി ഒന്ന് വായിക്കുക, എന്നിട്ട് നന്നായി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അതിനോട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.